ഒരു ഫോട്ടോ വന്നു. ആ ഫോട്ടോയിൽ കാണിക്കുന്നത് സൗദി അറേബ്യയുടെ രാജാവായിരുന്ന മലിക് അബ്ദുള്ള, അദ്ദേഹം മരണപ്പെട്ടു പോയി, റഹിമഹുല്ല, അള്ളാഹു അദ്ദേഹത്തിന് കരുണ ചെയ്യട്ടെ. ആ അബ്ദുള്ള രാജാവ് മദീന മുനവ്വറയിലെ പ്രവാചകന്റെ ഖബറിന് അരികിൽ വന്ന് 2 കൈകളും ഉയർത്തിക്കൊണ്ട് പ്രവാചകനോട് പ്രാർത്ഥിക്കുന്നു, പ്രവാചകനോട് ഇസ്തിഗാസ നടത്തുന്നു എന്ന് അടിക്കുറിപ്പെഴുതിക്കൊണ്ടുള്ള ഒരു പോസ്റ്റർ വാട്സപ്പിലൂടെ വിട്ടുകൊണ്ടിരിക്കുന്ന ചില സഹോദരങ്ങളുണ്ട്. ആ സഹോദരങ്ങളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്നത് പച്ചക്കള്ളവും അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയുടെ പേരിൽ, ഒരു മഹാനായ മനുഷ്യന്റെ പേരിൽ വലിയ തിന്മയുമാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാ. ഒരിക്കലും സൗദി അറേബ്യ എന്ന് പറയുന്ന ഈ മഹത്തായ രാജ്യം ഒരുപാട് കാലഘട്ടം ഭരിച്ച വ്യക്തിത്വമാണ് അബ്ദുള്ള രാജാവ്. അദ്ദേഹം എപ്പോഴും പറയാറുള്ളതും അദ്ദേഹത്തിൻ്റെ രാജ്യം പ്രവർത്തിക്കുന്നതും ഏകനായ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവനോട് മാത്രം ഇസ്തിഗാസ നടത്തുകയും അങ്ങനെ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക എന്നുള്ള വിഷയത്തിലാണ്. നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇവിടുത്തെ ഇസ്ലാമിക് മിനിസ്റ്ററി നിർവഹിച്ചിട്ടുള്ള പ്രബോധന സംരംഭങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന വിഷയത്തിൽ നിർവഹിച്ചിട്ടുള്ള സേവനങ്ങൾ നിസ്തുലമാണ്, അതുല്യമാണ് എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇവിടെ ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അബ്ദുള്ള രാജാവിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇവിടെ ഷാഫിഈ മദ്ഹബിന്റെ അഭിപ്രായം എന്താണ്? ഖബറിനരികിൽ പോയിട്ട് ഖബറിൽ മറമാടപ്പെട്ട് കിടക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ നടത്തണമെന്ന് ഈ ഷാഫി മദ്ഹബിന്റെ ഇമാമായിട്ടുള്ള ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ടോ? ഇമാം നവവി പറഞ്ഞിട്ടുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരിക്കലുമില്ല. ഇനി അവർ പറഞ്ഞാലും പറഞ്ഞിട്ടില്ല, പറഞ്ഞോ എന്ന് വാദത്തിന് വേണ്ടി സങ്കല്പിച്ചാൽ പോലും പരിശുദ്ധ ഖുർആനും സ്വഹീഹായ തിരുസുന്നത്തും എന്താ പഠിപ്പിക്കുന്നത്? അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അള്ളാഹുവിനോട് മാത്രമേ അഭൗതികമായി ഇസ്തിഗാസ നടത്താൻ വേണ്ടി പാടുള്ളൂ. ഖബർ സന്ദർശന വേളയിൽ ഖബറിൽ കിടക്കുന്ന മനുഷ്യനോട്, ആ ഖബറിൽ മറമാടപ്പെട്ട മഹാനോടോ അതിൽ അടക്കം ചെയ്യപ്പെട്ട വ്യക്തിയോടോ ഒരിക്കലും തന്നെ നമ്മുടെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാവതല്ല, ഇസ്തിഗാസ നടത്താവതല്ല. അങ്ങനെ ചെയ്താൽ അത് തനി ഷിർക്കാകും. മറിച്ച് ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യാൻ വേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ഖബർ സന്ദർശന വേളയിലും ആ ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ ഖബർ സന്ദർശന വേളയിൽ എന്താണ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് എന്ന് ഒട്ടനേകം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയും. ഇമാം മുസ്ലിം പരിശോധിച്ചാൽ നമുക്ക് കാണാം, അള്ളാഹുവിൻ്റെ റസൂല് ആ ഖബറിടം സന്ദർശിക്കുകയാണ്. എന്നിട്ട് ആളുകൾക്ക് പഠിപ്പിക്കും. എന്താണ്? നമസ്കാരത്തിലെ അത്തഹിയാത്തൊക്കെ പഠിപ്പിക്കുന്നത് പോലെ ഖബർ സന്ദർശന വേളയിൽ എന്ത് ചെല്ലണമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അസ്സലാമു അലാ അഹ്ലി ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വയർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഖിരീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലലാഹിഖൂൻ. നമ്മൾ മനസ്സിലാക്കണം, ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുക. ഈ പ്രാർത്ഥന ഇതാണ് നമ്മൾ പറയേണ്ടത്. അതായത് ഖബറിൽ കിടക്കുന്ന ആൾക്ക് അള്ളാഹുവേ നീ റഹ്മത്ത് ചെയ്യണമേ, അവർക്ക് നീ പുറത്തു കൊടുക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതല്ലാതെ ഖബറിൽ മറമാടപ്പെട്ട് കിടക്കുന്ന നബിയോട് പ്രാർത്ഥിക്കുകയല്ല, വലിയനോട് പ്രാർത്ഥിക്കുകയല്ല, മറ്റുള്ള മഹാന്മാരോട് പ്രാർത്ഥിക്കുകയോ ഇസ്തിഗാസ നടത്തുകയോ അല്ല. അങ്ങനെ ചെയ്താൽ തനി ഷിർക്കാകും, സംശയമേ ഇല്ല എന്ന് നമ്മൾ അറിയുക പ്രിയമുള്ളവരെ.